കല്ലുകൾ മാത്രമാക്കണ്ട, അടുപ്പിലുള്ള ചാരവും കൂടി എടുത്തോ. നമ്മൾ മേറൂട്ടിനോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ മേറൂട്ടി എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് നമ്മളൊക്കെ പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ബുദ്ധിയുണ്ട്. അതെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കും. അപ്പോ കൊടുത്ത സാധനമൊക്കെ തിരിച്ച് കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യും. അത് നല്ല പൈസക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോ ഇതായിരിക്കും ഇവരുടെയൊക്കെ ഐഡിയ. അപ്പോ കനല് ഒരു തരി മതി. ചുമ്മാതല്ല മേയറിനെ കട്ട മേയർ എന്ന് പറയുന്നത്, അല്ലെ? ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ കട്ട മേയർ എന്ന പേര് വന്നത്. അതായത് 2021 ഏകദേശം 45 ലക്ഷം ഭക്തജനങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തത്. ഈ വർഷം അത് 50 ലക്ഷമെങ്കിലും ആവുമെന്ന് പ്രതീക്ഷിക്കാം. അതിൽ 40 ലക്ഷം പേർ പൊങ്കാലയിടുന്നു എന്ന് വരെ കണക്കാക്കുക. മിക്കവരും ഒന്നിൽ കൂടുതൽ അടുപ്പ് ഉപയോഗിക്കും. പലരും 101 കലത്തിൽ പൊങ്കാല ഇടുന്നവരുമുണ്ട്. ഒരടുപ്പ് എന്ന കണക്ക് വെറുതെ ഒന്ന് എടുത്തു നോക്കാം. 40 ലക്ഷം × 3 ഇഷ്ടിക, 120 ലക്ഷം ഇഷ്ടിക. ലൈഫ് മിഷന് വേണ്ടിയാണ് അത്ര ഇഷ്ടിക എടുക്കുന്നത്. ഇത് ലൈഫ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പേര് മാറ്റിയ ലൈഫ്. ഓരോ അടുപ്പും ഓരോ ലോട്ടറി ആക്കി നമുക്ക് മാറ്റാം. ഇഷ്ടിക കൊണ്ടുവരുന്നവർ അത് തിരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ പദ്ധതി 3G ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം ഇഷ്ടിക കൊണ്ടുകൊടുക്കുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ തിരിച്ചത് കൊണ്ടുപോയിക്കോളാം വീട്ടിലേക്ക്. അപ്പൊ ഈ ഒരു സംഭവം 3G അങ്ങ് ആയിക്കോളും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാനിത് പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ദേഷ്യം വരരെ.